നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയിലെ സൗജന്യ യാത്ര ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സൗജന്യ യാത്ര സർക്കാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ജനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ്. അതേസമയം തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധി KSRTCയെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ അതിനെങ്ങനെ സർക്കാർ തരണം ചെയ്യും എന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം കൂടി സഹായിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. കാരണം കഴിഞ്ഞ മന്ത്രിസഭയുടെ, അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം കേരളത്തിലേക്ക് തരാൻ സന്നദ്ധമായിട്ടും വേണ്ടെന്ന് വെച്ച 950 ബസ് നേടിയെടുക്കാൻ ഇപ്പോൾ UDF സർക്കാർ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അതായത് 1000-നടുത്ത് ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം കേരളത്തിലേക്ക് തരാനായിട്ട് തയ്യാറായത്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അത് കാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞു. ഈ നേട്ടം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF സർക്കാർ. ഇതിന്റെ ഫയൽ അടിയന്തരമായി എത്തിക്കാനാണ് വകുപ്പ് മന്ത്രി CP ജോൺ KSRTCയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ ബസ് ഡ്രൈവർ സഹിതമാണ് കിട്ടുന്നത്. കിലോമീറ്ററിന് 54 രൂപയാണ് വാടക. 22 രൂപ കേന്ദ്രം നൽകും. ബാക്കി 32 രൂപ സംസ്ഥാനം നൽകി കണ്ടക്ടറെയും വെക്കണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കെ ഇത്രയും സൗജന്യങ്ങളോടെ ഇലക്ട്രിക് ബസ് കിട്ടിയാൽ സർക്കാരിന് അനുഗ്രഹമാകും. PM ബസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായിട്ടാണ് 950 ബസ് നൽകാൻ 2024 കേന്ദ്രം സമ്മതം അറിയിച്ചത്. KB ഗണേഷ് കുമാർ അന്ന് ഗതാഗത മന്ത്രിയായ ശേഷം പദ്ധതി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇവിടെ ആവശ്യത്തിന് ബസ് ഉണ്ടെന്നായിരുന്നു ന്യായീകരണം. പിന്നാലെ ലാഭകരമെന്ന് പറഞ്ഞ് 145 ഡീസൽ ബസ്സുകൾ വാങ്ങി. 180 ബസ് കൂടി വാങ്ങാൻ ടെൻഡറും ക്ഷണിച്ചു. കൂടുതൽ ബസ് ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്ധന വിലവർധന പോലുള്ള അധിക ബാധ്യത കുറയ്ക്കാമായിരുന്നു. കേന്ദ്ര പദ്ധതി പ്രകാരം ബസ് വാങ്ങുന്നത് പുനഃപരിശോധിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ തുടർ നീക്കമുണ്ടായില്ല. കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ബസ്സുകൾ ലഭിച്ചു. ഡ്രൈവറും ശമ്പളവുമുണ്ട്. ബസ് കമ്പനി നോക്കും. 2025 മുതൽ 2029 38,000 ബസ്സുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് പദ്ധതി. 12 വർഷത്തെ മെയിൻ്റനൻസ് ഗ്യാരണ്ടിയും ഉറപ്പാക്കും. ഒറ്റ ചാർജിങ്ങിൽ 350 കിലോമീറ്റർ വരെ ഓടിക്കാം. ഡ്രൈവറെ വെച്ച് ശമ്പളം കൊടുക്കുന്നത് ബസ് കമ്പനി. ചാർജിംഗ്, നികുതി, ഇൻഷുറൻസ് ചെലവും കമ്പനി നോക്കും. സംസ്ഥാനം കണ്ടക്ടറെ വെച്ച് കിലോമീറ്ററിന് 8 രൂപ വേതനം നൽകണം. ഇലക്ട്രിക് ബസ് ഓടിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള നഗരങ്ങൾ കൊച്ചി, കോഴിക്കോട് 150 വീതം, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ നഗരങ്ങൾക്ക് 100 വീതം, ചേർത്തല, കായംകുളം, കോട്ടയം നഗരങ്ങൾക്ക് 50 വീതം. ഡീസൽ ബസ് ചിലവ് കിലോമീറ്ററിന് 51 രൂപ. ബസ് ചിലവ് കിലോമീറ്ററിന് 27 രൂപ. കേന്ദ്ര പദ്ധതിയോട് എന്തായാലും ഈ സർക്കാർ മുഖം തിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫയലുകൾ പരിശോധിച്ച് ബസ് നേടിയെടുക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തുടനീളം 10,000 പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന വിപ്ലവകരമായ കേന്ദ്രത്തിന്റെ സംരംഭമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ബസ് സേവ. 57,613 കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം ചിലവഴിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. 169 നഗരങ്ങളിലാണ് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുക. ഗ്രീൻ അർബൻ മൊബിലിറ്റി ഇനീഷ്യേറ്റീവിന് കീഴിൽ 181 നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കും. 10,000 ബസ്സുകൾ സിറ്റി ബസ് ഓപ്പറേഷനായി വിന്യസിക്കുന്നതിലൂടെ 45,000 മുതൽ 55,000 വരെ തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുന്നെന്നാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കണക്കാക്കിയാൽ കേരളത്തിൽ കുറഞ്ഞത് 5,000 പേർക്ക് തൊഴിൽ കിട്ടും. ഈ പദ്ധതിയായിരുന്നു കേരളം അന്ന് കാലുകൊണ്ട് തൊഴിച്ചത്. ഏതായാലും ഈ ഒരു പദ്ധതി ഇപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ സർക്കാരിന് കീഴിൽ ഗതാഗത മന്ത്രി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് കേന്ദ്രം അത് കനിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നീക്കം, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി തൽക്കാലത്തേക്ക് മറികടക്കാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ മലബാർ മേഖലയ്ക്ക് വേണ്ടത്ര ഗുണം കിട്ടില്ലെന്ന ആശങ്കയുമുണ്ട്. കാരണം അവിടെ KSRTC ബസ്സുകൾ തിരുവിതാംകൂർ, കൊച്ചി മേഖലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. 5,799 ബസ്സാണ്
എണ്ണമാണ് കോർപ്പറേഷന് മൊത്തമുള്ളത്. ഓർഡിനറി വിഭാഗത്തിൽ 3007 എണ്ണം. യാത്രാ സൗജന്യം ഈ വിഭാഗത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് സൂചന. ദീർഘദൂര സർവീസുകൾ 2076 ആണ്. സ്വിഫ്റ്റ് ബസ് സർവീസ് ബസ് 685 എണ്ണാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നായിരുന്നു. ദൂരം, പ്രായം, ട്രാൻസ്ജെൻഡറുകൾ, കേരളത്തിൽ സ്ഥിരതാമസം എന്നിങ്ങനെ ഏതെങ്കിലും ഘടകങ്ങൾ മുൻനിർത്തി സൗജന്യ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്നും വ്യക്തമല്ല. സൗജന്യ യാത്ര നടപ്പാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനുശേഷം യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതാണ് കണക്ക്. വീട്ടുജോലിക്കാർ, ദിവസവേതന തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, പ്രായമായവർ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവരെല്ലാം സൗജന്യ യാത്രാ പദ്ധതിയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബസ് ഇല്ലാതെ വന്നാൽ പ്രതിഷേധത്തിന് ഇടയാക്കും. അതേസമയം സൗജന്യ യാത്ര യാഥാർത്ഥ്യമായാൽ സ്ത്രീകൾക്ക് കൂടുതൽ ദൂരെ പോയി തൊഴിലെടുക്കാൻ കഴിയുമെന്നും സാമൂഹിക സാമ്പത്തിക നേട്ടമുണ്ടാക്കും. ജില്ലകളിലെ ബസ്സുകളുടെ എണ്ണം: കാസർഗോഡ് 151, കണ്ണൂർ 233, വയനാട് 244, കോഴിക്കോട് 230, മലപ്പുറം 154, പാലക്കാട് 206 എന്നിങ്ങനെയാണ് വടക്കൻ ജില്ലകളിലെ KSRTC ബസ് എണ്ണം. മധ്യ കേരളത്തിൽ മലബാറിനെ അപേക്ഷിച്ച് എണ്ണം മെച്ചമാണ്. എറണാകുളത്ത് 460. ഈ മേഖലയിൽ കൂടുതൽ ബസ് തൃശ്ശൂര് 263, ഇടുക്കി 221, കോട്ടയം 381 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ സ്ഥിതി. തെക്കൻ മേഖലയിലാണ് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ബസ് ഉള്ളത്. തിരുവനന്തപുരത്ത് 920, കൊല്ലം 556, പത്തനംതിട്ട 239, ആലപ്പുഴ 351 എന്നിങ്ങനെയാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 11,936 സ്വകാര്യ ബസ്സിൽ ഭൂരിഭാഗവും മലബാർ, കൊച്ചി മേഖലകളിലാണ്. എറണാകുളം 1403, തൃശൂർ 1444, പാലക്കാട് 1203, മലപ്പുറം 1493, കോഴിക്കോട് 1414, കണ്ണൂർ 1210 എന്നിങ്ങനെയാണ്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നത് മാറ്റി സർക്കാർ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത വരുമാനമുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ഡിജോ കാപ്പൻ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ജൂൺ 15 മുതലാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ കേന്ദ്രത്തിന്റെ ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന പദ്ധതി, അതായത് പിണറായി സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ടുള്ള പദ്ധതിയെ എങ്ങനെയെങ്കിലും പൊടിതട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ KSRTC ജീവനക്കാരെ സംബന്ധിച്ച് ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട്. ഏതായാലും കൃത്യമായിട്ടൊരു ബാക്കപ്പ് പ്ലാൻ സർക്കാരിനുണ്ടാകും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.